ഇറങ്ങലിപ്പോൾ ആസ് യൂഷ്വൽ ഇച്ചിരി ബുദ്ധിമുട്ടുന്ന ഇല്ല. ഹലോ ഫ്ലൈവിലേഴ്സ്, ഇന്ന് നമ്മുടെ അടുത്താ നമ്മുടെ MGയുടെ മെജസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ഡ്രൈവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓഫ് റോഡും ചെയ്യുന്നുണ്ട്, ഓൺ റോഡും ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഇന്ന് വന്നേക്കുന്ന കുറച്ച് ഫീച്ചേഴ്സും ഞങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. സോ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. D+ സെഗ്മെൻറ്റ്. എന്താണ് ഈ D+ സെഗ്മെൻറ്റ്? D+ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്രീമിയം ഫുൾ സൈസ്ഡ് SUV മോർ ദാൻ 5 meters ഇൻ ലെങ്ത് 20 to 45 lakhs ഒരു കാറ്റഗറിയിൽ വരുന്നു. അതാണ് ബേസിക്കലി ഒരു നമ്മൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെഫിനിഷൻ. MG പറയുന്നു മെജസ്റ്ററാണ് ഈ D+ സെഗ്മെൻറ്റിൽ ഇന്ത്യയുടെ ആദ്യത്തെ എൻട്രി. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ്, വൈഡസ്റ്റ്, ടോളസ്റ്റ്, ലോങ്സ്റ്റ് എല്ലാം നോക്കാൻ പറ്റും. ഇതിനെ കമ്പയർ ചെയ്ത് ശരിക്കും പറയാച്ചാൽ ഇതിൻ്റെ സൈസിൽ വേറൊരു വാഹനമില്ല. പക്ഷേ ഡയറക്റ്റ് ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഫോർച്യൂണറാണ്. ഇതിപ്പോൾ ഒരു ഇൻഡസ്ട്രി ലീഡറാണ്, ഓൾറെഡി നമുക്കറിയാം എല്ലായിടത്തും ഫോർച്യൂണർ ഉണ്ട്. ഈ പറഞ്ഞ ഫോർച്യൂണറിന് ഈ ഒരു വാഹനം ഒരു കോമ്പറ്റീഷൻ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഗ്രില്ലാണ്. ഇവരിനെ പറയുന്നത് മൊസൈക്ക് മേട്രിക്സ് ഗ്രില്ലെന്നാണ്. സംഭവം കുറച്ച് 3D എലിമെൻറ്റ്സ് ഒക്കെ വന്നിട്ട് കാണാൻ ഭംഗിയായിട്ടുണ്ട്, നല്ല വലിപ്പമുണ്ട്. വാഹനവും വലിയൊരു വാഹനമായതുകൊണ്ട് ഇത്രയും വലിയൊരു ഗ്രില്ല് ശരിക്കും വരച്ച് മാച്ച് ചെയ്യുന്നുണ്ട്. ഐ ഫീൽ ദിസ് ലുക്സ് ഗുഡ്. ഫ്രണ്ടിൽ നിന്ന് എന്തായാലും എനിക്ക് ലുക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അറ്റത്ത് 2 DRLs കാണാൻ പറ്റും, 2 കോർണേഴ്സ് ആയിട്ട്. ഈ DRL തന്നെ ഇവിടേക്കും കണ്ടിന്യൂ ചെയ്യുന്നു. ഇതൊരു ഡ്രാഗൺ ഐ LED എന്നാണ് അവർ വിളിക്കുന്നത്. എന്തുകൊണ്ട് ഡ്രാഗൺ എന്ന് വിളിക്കുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ആ റിസംബ്ലൻസ് ഐ ഡിഡ് നോട്ട് ഫീൽ, ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ലൈറ്റ്സ് കാണാൻ പറ്റും. ഇത് 2 ലോ ബീമും ഇത് ഹൈ ബീമുമാണ്. ഇത് കൊടുത്തേക്കുന്ന രീതി അല്ല ഒരു വേർട്ടിക്കലായിട്ട് വെച്ചിരിക്കുന്നു. ഇറ്റ്സ് ഓൾ ആംഗുലർ. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് എലിമെൻറ്റ്സ് ആണ് ഒരു SUV ക്യാരക്ടർ കൊടുക്കാനായിട്ട്. സൈഡിൽ ക്ലാഡിങ്ങും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ വാഹനത്തിൻ്റെ ചുറ്റിയൊരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. നേരത്തെ MGക്ക് ഉണ്ടായിരുന്ന കുറേ ഒരു ക്രോം എലിമെൻറ്റ്സ് ഒക്കെ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഒരു പിയാനോ ബ്ലാക്കാണ് ഫിനിഷ് വന്നേക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം കുറച്ചും കൂടെ ഒരു ക്ലാസി ലുക്ക് അല്ലെങ്കിൽ ഒരു എലിഗൻറ്റ് ലുക്കായിട്ട് കിട്ടും. എനിവേസ് ഈ ഒരു ബ്ലാക്ക് എലിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഈ ഒരു വൈറ്റ് വാഹനത്തിന് നല്ല രസമുണ്ട്. വേറെ 4 കളേഴ്സ് ഉണ്ട്. ഈ വൈറ്റ് ഉണ്ട്, 2 ഒരു ഡാർക്കർ ഗ്രേ, ഒരു ലൈറ്റർ ഗ്രേ, പിന്നെ ബ്ലാക്ക്. ഈ കളേഴ്സേ ഉള്ളൂ. കുറച്ചുകൂടെ കളേഴ്സ് വേണമായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഞാൻ എൻ്റെ ഫീഡ്ബാക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്ക്വയറിഷ് എലിമെൻറ്റാണ്. വണ്ടി കംപ്ലീറ്റ്ലി ഒരു കട്ട് ഓഫ് ആണ്, ചിസൽഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബോണറ്റിൻ്റെ മേളിലാണെങ്കിലും എലിമെൻറ്റ്സ് വന്നേക്കുന്നത് ഇങ്ങനെ ഡയറക്റ്റ് ഷാർപ്പ് എലിമെൻറ്റ്സ് ആണ് എല്ലാം. ആൻഡ് ഓവറോൾ ഇത്രയും കുറേ എലിമെൻറ്റ്സ് ഉണ്ടെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. സൈഡിൽ വന്നു കഴിഞ്ഞാൽ 19 inch വീൽസാണ് വന്നേക്കുന്നത്. ഇതിലിപ്പോൾ 80 ടയേഴ്സ് വന്നിട്ടുണ്ട്. ST ടയേഴ്സും ഉണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ വന്നേക്കുന്നത് 80 ടയേഴ്സാണ്. സംഭവം 255/60 R19 ടയേഴ്സാണ്. അലോയ്സും ഡയമണ്ട് കട്ട് അലോയ്സ് വലിയ നത്തിങ് ടു റൈറ്റ് ഹോം അബൌട്ട്. കാണാനൊക്കെ രസമുണ്ട്, പക്ഷേ കുറച്ചുകൂടെ വൃത്തിയാക്കാൻ വരുന്നു. സൈഡിൽ നോക്കിയാൽ ഇവിടെ ഒരു എലിമെൻറ്റ് കാണാം. ഒരു ക്രോമും പിയാനോ ബ്ലാക്കും കൂടിയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ നടുക്കൊരു ചെറിയൊരു ഡിസൈൻ വന്നിരിക്കുന്നു. രസമുണ്ടോയെന്ന് വെച്ചാൽ ഇറ്റ്സ് ഒരു ഓവർ ദ ടോപ്പ് ആയിട്ട് ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് നോട്ട് റിക്വയർഡ് എനിക്ക് ഫീൽ ചെയ്യുന്നു. സൈഡിൽ വന്നിരിക്കുന്നത് വീണ്ടും വലിയ മിറേഴ്സാണ്. നമുക്ക് 360 ക്യാമറയോടെ കാണാൻ പറ്റും. പിയാനോ ബ്ലാക്കാണ് ഇവിടെയും വന്നേക്കുന്നത്. താഴെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. ഫുഡ് സ്റ്റെപ്പ് അത്യാവശ്യം വലുതാണ്. അതിനും കുറച്ച് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നു. ആൻഡ് ഈസ് ഓഫ് എൻട്രി ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ നമുക്ക് വെയിറ്റ് നോക്കാം, കയറുന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന്. അത്രയ്ക്ക് സ്ട്രോങ് അല്ല, എന്നാലും ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇതിപ്പോൾ അത്രമാത്രം പ്രഷർ കൊടുത്തിട്ടാണ് ചെറിയൊരു ബെൻഡിങ് പോലെ ഫീൽ ചെയ്തത്. വീണ്ടും റൂഫ് റൈൽസ് വന്നേക്കുന്നു. റൂഫ് റൈൽസും പിയാനോ ബ്ലാക്കാണ്. വാഹനത്തിന് ചുറ്റും സാറിന് ഒരു ക്രോം എലിമെൻറ്റ് കൊടുക്കുന്നത് കട്ട് ചെയ്തിട്ട് അതും പിയാനോ ബ്ലാക്ക് ആയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. ഈ ബ്ലാക്ക് എലിമെൻറ്റ്സ് ആണ് വാഹനത്തിന് ഒരു ഭംഗി കൊടുക്കുന്നത്. ഞാൻ ചുറ്റും പറഞ്ഞേക്കുന്ന ഈ ഒരു ക്ലാഡിങ് വന്നിരിക്കുന്നു. ക്ലാഡിങ്ങിൻ്റെ ഇടയിലും ചെറിയ ഡിസൈൻ ടച്ചസ് വന്നിരിക്കുന്നു. ബോഡി ലൈൻ മേളിലൊരു ലൈൻ പോകുന്നുണ്ട്. അത് അവിടെ നിന്ന് താഴേക്ക് വരുന്ന ലൈൻ ഇവിടെ കണക്ട് ചെയ്തിട്ട് ബാക്കിലത്തെ ടൈലൈറ്റിലേക്ക് കണക്ട് ആവുന്നുണ്ട്. താഴെ ഒരു ഡൈനാമിക് ലൈൻ. അതും വാഹനത്തിൻ്റെ SUV ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നു. ഫ്യൂൽ ഫിൽറ്റർ ക്യാപ്പ് ഇവിടെയും ഉണ്ട്. നമുക്ക് ബാക്ക് കൊണ്ട് നോക്കാം. ബാക്കിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കിതേ മോറിസ് ഗറാജസ് എന്ന് വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലുതാക്കിയിട്ട് മെജസ്റ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വൈ ഐ ഡോണ്ട് നോ. എന്നോട് 4-wheel ഡ്രൈവ് ആണെന്നുള്ള ലോഗോ കൂടെ കാണാൻ പറ്റും. കണക്റ്റഡ് DRLs ആണ് ഇപ്പോൾ ബാക്കിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു ക്ലോസ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറേ 3D എലിമെൻറ്റ്സ് ആണ് ഈ ലൈറ്റിലൊക്കെ വന്നേക്കുന്നത്. കട്ടിങ്സ് ആണ് ഫുള്ള്. ആൻഡ് ഒരു ഓവറോൾ ലുക്ക് ഇറ്റ് ഡെഫിനറ്റ്ലി ലുക്സ് ഗുഡ്. ട്വിൻ എക്സോസ്റ്റ് പൈപ്സ് ആണ് വന്നേക്കുന്നത്. ഇത് ഷോയ്ക്കാണെങ്കിലും ഇതിൻ്റെ അകത്ത് എക്സോസ്റ്റ് ടിപ്സ് കാണാൻ പറ്റും. 2 സൈഡിലും. താഴെയും ഈ SUV ക്യാരക്ടർ കൊടുക്കാനായിട്ട് ഒരു ബോഡി പാൻ. ഇത് ഫൈബറാണത്, ബട്ട് ഓവറോൾ ലുക്സിന് അത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പവർ ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. ഒരു സെക്കൻഡ് നമ്മൾ കാത്തിക്കണം, ഇടിച്ചിടുകയും ചെയ്യും.
343 ലിറ്റേഴ്സിൻ്റെ ബോട്ട് സ്പേസ് ആണ് വരുന്നത്. അത് നമുക്ക് ഈ സീറ്റ് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ അത് 1350 ലിറ്ററായി മാറും. ആൻഡ് ഒരു ഡേ ടു ഡേ യൂസിന് ഈ ഒരു ചെറിയ ബോട്ട് സ്പേസ് ഓക്കെയാണ്. പിന്നെ ഈ സീറ്റ് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീക്കെൻഡ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു വീക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ അതും സഹായിക്കും. പക്ഷേ നമ്മളൊരു ഫുൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ലഗേജ് മൊത്തം കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ. പിന്നെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് ഉണ്ട് 220 വാട്ടിന് നമുക്ക് ഫ്രിഡ്ജോ കാര്യങ്ങളോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സീറ്റ്സ് ആണെങ്കിലും ബാക്കിലത്തെ സീറ്റും ഇപ്പോൾ 60-40 ആണ് റേഷ്യോ വന്നേക്കുന്നത്, ഫ്രണ്ടിലത്തെ സീറ്റും 60-40 റേഷ്യോ ആണ്. അത് നമുക്ക് പിന്നെ സീറ്റ് കോൺഫിഗറേഷനെ കുറിച്ചൊക്കെ ഞാൻ അകത്ത് കയറുമ്പോൾ പറഞ്ഞുതരാം. വൈപ്പേഴ്സ് ഉണ്ട്, ഡീഫോഗർ ഉണ്ട്, ഒരു ചെറിയൊരു റൂഫും വന്നേക്കുന്നു. ആൻഡ് ഇതൊക്കെയാണ് ഫുൾ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ഈ ഡിസൈൻ എനിക്ക് ഇച്ചിരി അപ്പ് മാർക്കറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു കുറച്ചുകൂടി ഒരു SUV ക്യാരക്ടറും കൊടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. വാട്ട് ഡു യു ഗൈസ്? അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം സ്മാർട്ട്ലി ലേഡ് ഔട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്. കുറച്ചൊക്കെ ഒരു SUV ക്യാരക്ടർ കൊള്ളിക്കാനുള്ള കുറച്ച് ചങ്കി അങ്ങനത്തെ എലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് കാണാം. എസ്പെഷ്യലി AC വെൻസ് അത്യാവശ്യം നല്ല ബോക്സിയാണ്, നല്ല സ്ക്വയറിഷ്. വാഹനത്തിൻ്റെ ഫുൾ ഒരു ഡിസൈൻ ലാംഗ്വേജ് കറക്റ്റ് ഒരു ഗ്രില്ലിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഈ AC വെൻറ്റ് വന്നേക്കുന്നത്. അത്യാവശ്യം ബോൾഡാണ്, കാണാൻ രസമുണ്ട്. പക്ഷേ ഇച്ചിരി ഫ്ലിംസിയാണ്, അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് കുറവാണ്. പക്ഷേ ഈ വെൻസ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയൊന്നുമില്ല. അതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് ഇവിടെ ഫുൾ ACയുടെ കൺട്രോൾസ് വന്നേക്കുന്നു. ഡീഫോഗർ, ഫ്രണ്ട് ഫോഗർ, ഓട്ടോ എയർ സർക്കുലേഷൻ ആക്കാനുള്ളതും പിന്നെ സർക്കുലേഷൻ്റെ സ്പീഡും ടെമ്പറേച്ചറും. ACയുടെ ആവശ്യമുള്ള കൺട്രോൾസ് നമുക്ക് എപ്പോഴും യൂസുള്ള കൺട്രോൾസ് മൊത്തം ഇവിടെ വന്നേക്കുന്നു. അത് നല്ലൊരു ഫീച്ചറായിട്ടുണ്ട്. 12.3 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് വന്നേക്കുന്നത്. അത് കുറച്ചുകൂടെ ഒരു ലെങ്ത് വൈസാണ് വന്നേക്കുന്നത്. നല്ലോണം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ രസമുണ്ട്, നല്ലൊരു ഗ്രാഫിക്സ് ആണ്, സെൻസിറ്റീവ് ആണ്, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ്, അതായത് ഇവിടെ കാണേണ്ട ബാക്കിയുള്ള ഫീച്ചേഴ്സ് മൊത്തം ഇതിനകത്താണ് വന്നേക്കുന്നത്. നമുക്കിപ്പോൾ ഫുള്ളൊരു ടൈൽ ഫോമാറ്റിൽ കാണാം. ACയുടെ, മ്യൂസിക്കിൻ്റെ, റേഡിയോ സെലക്ട് ചെയ്യാൻ, ഫോണിൻ്റെ. ഈ ക്യാബിൻ മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വാലേ മോഡ്, ക്വയറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് 2 സാധനമുണ്ട്. ഇത് ബേസിക്കലി നമുക്ക് വാഹനം പാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതും പിന്നെ നമ്മൾ വെറുതെ സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ക്വയറ്റ് മോഡാണ്. പിന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡും കാണാം. പിന്നെ ഒരു മാപ്പുണ്ട്. ഇവിടെ ആപ്സ് സെലക്ട് ചെയ്താണ് പിന്നെ ബാക്കിയുള്ള നമുക്ക് ഫീച്ചേഴ്സ് കിട്ടുന്നത് എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നു. ACയുടെ, മീഡിയൻ്റെ കൺട്രോൾസ് എല്ലാ സാധനങ്ങളും. ഇനി ഈ വെഹിക്കിൾ സെറ്റിങ്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാലാണ് ബാക്കിയുള്ള ഈ ഡ്രൈവിംഗ് അസിസ്റ്റൻസിൻ്റെ ഫീച്ചേഴ്സാണ് ഇതൊക്കെ. ആകെ മൊത്തം 20+ ഡ്രൈവിംഗ് അസിസ്റ്റൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്, സ്പീഡ് അസിസ്റ്റ്. അങ്ങനെ നമുക്കിപ്പോൾ കാണപ്പെടുന്ന ADAS ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ഇതിനകത്തുണ്ട്, നമുക്കിതിനകത്ത് നോക്കിയാൽ കാണാം. പിന്നെ വെഹിക്കിൾ സെറ്റിങ്സ് ആണ്. വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് നമുക്ക് ബാക്കിയുള്ള വിൻഡോൻ്റെ എന്തൊക്കെ ചെയ്യണം, ലോക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അങ്ങനത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്കിവിടെ കസ്റ്റമൈസബിൾ ആണ്. അതുകൂടാണ്ട് ഇവിടെയാണ് സീറ്റിൻ്റെ മസാജ് ഫങ്ഷൻസും പിന്നെ സീറ്റിൻ്റെ മെമ്മറി ഫങ്ഷൻസും വന്നിരിക്കുന്നത്. ഇപ്പോൾ വെഹിക്കിളിൽ സീറ്റ് മസാജ് ഡ്രൈവർ സീറ്റ്, പാസഞ്ചർ സീറ്റ്, അത് 3 ലെവൽസ് ഉണ്ട്, 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാജ് ഉണ്ട്. പിന്നെ 2 ഡ്രൈവർ സീറ്റ് പൊസിഷൻ ഉണ്ട്. അതൊക്കെ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമുക്ക് പാസഞ്ചർ സീറ്റിന് പോയാലും ഈ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ക്ലസ്റ്ററിൻ്റെ തീം മാറ്റാൻ പറ്റും വേണമെങ്കിൽ. ഇവിടെ സിമ്പിൾ തീം, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇവിടെയാണ് നിൽക്കുന്നത്. പിന്നെ 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച് ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറയാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഓഫ് റോഡ് സെക്ഷൻ ഓടിച്ചപ്പോഴൊക്കെ ഇതിൻ്റെ നമ്മൾ സ്റ്റിയറിങ്ങിന് ഡിറക്ഷൻ കാണിക്കുന്ന കുറച്ച് മാർക്കേഴ്സാണത്. അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. നമ്മളൊന്ന് ഓഫ് റോഡ് പോയപ്പോൾ അത് കറക്റ്റ് മനസ്സിലായി. കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുവിധം ഈ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ട്രിക്കി സിറ്റുവേഷനൊക്കെ നമുക്ക് ഊരിപ്പോരാൻ പറ്റും. ഈ 360 ഡിഗ്രി ക്യാമറയുടെ നമുക്ക് ഓരോ സൈഡത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഡോറ് തുറന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ബട്ട് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പിന്നെ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ലൊരു ചങ്കി സ്റ്റിയറിംഗ് ആണ്, ചെറുതാണ്, ബട്ട് ഇറ്റ്സ് നൈസ് ടു യൂസ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, ബട്ടൺസിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നത്തിങ് ടു കംപ്ലെയിൻ. ബാക്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം, അതും നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. പറയാനൊരു ക്വാളിറ്റി കുറവുള്ളത് ഇവിടെയാണ് ഗിയർ സെലക്ഷൻ ലിവർ വന്നേക്കുന്നത്. അത് ഇച്ചിരി ഒരു ക്വാളിറ്റി കുറവ് പോലെ ഫീൽ ചെയ്യുന്നു. ഇവിടെ വന്നേക്കുന്ന ഈ ഒരു സ്റ്റോക്കും അത് ഇച്ചിരി ക്വാളിറ്റി കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്രൈവ് സെലക്ടർ ഇവിടെയും പിന്നെ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ്, വൈപ്പറിൻ്റെ കൺട്രോള് ഒക്കെ ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഡ്രൈവിംഗ് ക്ലസ്റ്റർ കാണാൻ പറ്റും. അതും ഇപ്പോൾ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ തീമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും വേണമെങ്കിൽ. ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ തീം മാറ്റി. ആൻഡ് അത്യാവശ്യം റീഡബിൾ ആണ്, ലെജിബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്നുണ്ട്, ക്രിസ്പാണ്. ആൻഡ്
നത്തിങ് ടു കംപ്ലൈൻ ഓവർ ദർ ഓൾസോ. ഉപയോഗിച്ചേക്കുന്ന ഇവിടെയൊക്കെ മെറ്റീരിയൽസ് ലെതറായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുണ്ട്, നല്ല ടച്ച് സെൻസിറ്റീവ്, നല്ല രസമായിട്ടുണ്ട്. ഇവിടെയും ഒക്കെ ലെതറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ വന്നിരിക്കുന്നു, ഇവിടെ 2 ഗ്രാബ് ഹാൻഡിൽ വന്നിരിക്കുന്നു. ഈ ഗ്രാബ് ഹാൻഡിൽ അത്യാവശ്യം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇച്ചിരി ഫ്ലിംസിയാണ്, നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2 വയർലെസ് പാഡ്സ് കാണാൻ പറ്റും, 2 ഫോൺ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അത് കൂടാണ്ട് നടുക്കായിട്ടൊരു ചെറിയ സ്പേസ് വന്നിരിക്കുന്നത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേബിള് താഴെ കുത്തിയിട്ട്, താഴെയാണ് ഇപ്പോൾ ചാർജിങ് ഓപ്ഷൻ ഉള്ളത്. ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട് കാണാം, ഇവിടെ ഒരു ടൈപ്പ് എ പോർട്ട് കാണാം, അത് കണക്ടിവിറ്റി ഉള്ളതാണ്. അതുകൂടാണ്ട് ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റും ഇവിടെ അറ്റത്തായിട്ടുണ്ട്. ആ കേബിൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ ചാർജ് ചെയ്യാൻ വെക്കാം. ഇറ്റ്സ് വെരി നൈസ് സ്മോൾ ലിറ്റിൽ സ്മാർട്ട് എഡിഷൻ ആണ് പറയാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്കിലേക്ക് വന്നാലാണ് പിന്നെ വെഹിക്കിളിൻ്റെ ഓഫ് റോഡ് ഫീച്ചേഴ്സ് വന്നേക്കുന്നത്. ഇത് 3 ഡിഫ് ലോക്കിനുള്ള ബട്ടൺ, ഇത് സെൻട്രൽ ഡിഫ് ലോക്ക്, റെയർ ഡിഫ് ലോക്ക്, ഫ്രണ്ട് ഡിഫ് ലോക്ക്. ഇതാണ് പിന്നെ ഡിഫറെൻറ്റ് മോഡ്സ്, 2H, ഓട്ടോ, പിന്നെ 4H. ഈ CCO എന്ന് പറഞ്ഞാൽ ക്രോൾ കൺട്രോളിൻ്റെ ബട്ടണാണിത്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ ഓഫ് റോഡ് പോകുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് 5 എണ്ണം കാണാൻ പറ്റും. ഇത് നോർമൽ മോഡ്, ഇതിപ്പോൾ സ്നോ ആണ്. ഇത് ഇപ്പം മാറുന്നില്ല, കാരണം ഇതിപ്പോൾ ഓഫ് റോഡ് മോഡായിട്ട് ഇട്ടാലും മാറുന്നില്ല. എന്നാലും പറഞ്ഞുതരാം. നോർമൽ മോഡ്, സ്നോ മോഡ്, പിന്നെ ഇത് സ്ലഷ് കാര്യങ്ങൾ, ഇത് റോക്ക്, ഇത് സാൻഡ്. പിന്നെ വീണ്ടും ഇവിടെ മോഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ കയറിയിട്ട് 3 മോഡ്സ് വേറെ കാണാം. ഈ 3 മോഡ് എന്താ വെച്ചാൽ നമുക്ക് ഫുള്ളി കസ്റ്റമൈസബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പവർ മാറ്റാം, ESP കൺട്രോൾ ചെയ്യാം, ESC കൺട്രോൾ ചെയ്യാം. അങ്ങനെ 3 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് 3ഉം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കബി ഹോൾ വന്നേക്കുന്നു, 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ബാക്കിലൊരു ചെറിയ സ്പേസ് വന്നേക്കുന്നു. ഇതും അത്യാവശ്യം നല്ല കവർ ചെയ്ത് വെക്കാൻ പറ്റും, നീറ്റായിട്ടുണ്ട് ലേഔട്ട്. നടക്ക് നോക്കിയാൽ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള, ഇത് എൻ്റെ ഈ കൈൻ്റെ പകുതിയോളം ഡെപ്ത് ഉള്ളൊരു ഗ്ലൗ ബോക്സാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഓപ്ഷനാണ്, 2 സൈഡിലേക്ക് തുറക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഒരു നിക്ക് വന്നേക്കുന്നത് താക്കോൽ വെക്കാനുള്ളതാണ്. ഇവിടെ ഗ്ലൗ ബോക്സ് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. സീറ്റ്സാണ്, പിന്നെ സീറ്റ്സും അത്യാവശ്യം ഇപ്പോൾ ഒരു പുതിയൊരു ഡിസൈൻ ആയിട്ടുണ്ട്. ഡിസൈൻ ഫോട്ടോയിൽ ഞാൻ കണ്ടപ്പോൾ ഇച്ചിരി ഭയങ്കര ഓവർ ഇങ്ങനെ എലിമെൻറ്റ്സ് വന്ന പോലെ തോന്നി. സംഭവമുണ്ട്, പക്ഷേ ആകെ മൊത്തം ഈ വണ്ടിയുടെ ഒരു ഇമേജിന് ഈ സീറ്റ് രസമുണ്ട്. വെന്റിലേറ്റഡും ആണ്, ഇപ്പോൾ മസാജ് ഫംഗ്ഷനാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇപ്പോൾ വെന്റിലേറ്റഡ് പക്ഷേ വെൽ ആൻഡ് ഗുഡ്. പിന്നെ വന്നിരിക്കുന്ന ഈ ഡോർ പാഡിൽ വന്നിരിക്കുന്നതും ലെതറായിട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ കാർബൺ ഫൈബർ എലിമെൻറ്റ് കാണാൻ പറ്റും. ആകെ മൊത്തം ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പല പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നു. ആൻഡ് എനിക്ക് തെറ്റൊന്നും പറയാനില്ല. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ്സ് കാണാം, പിന്നെ സൺറൂഫിൻ്റെ കൺട്രോൾസ് ഇവിടെ വന്നിരിക്കുന്നു, ബൂട്ട് തുറക്കാനുള്ളതും അടയ്ക്കാനുള്ള കൺട്രോൾ ഇവിടെ വന്നിരിക്കുന്നു, ഗ്ലാസ് വെക്കാനുള്ളത് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പണ്ട് അത് ഉണ്ടായിരുന്നു, പക്ഷേ വീണ്ടും അത് വന്നിരിക്കുന്നു. വലിയൊരു പാനറാമിക് സൺറൂഫ് നമുക്ക് കാണാം. ഇത് ഫുള്ളി ഓപ്പണബിൾ ആണ്. സൺറൂഫിൻ്റെ ഗുണം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ സൺറൂഫ് ഇല്ലാണ്ട് വണ്ടി പറ്റുമില്ല. അതുകൊണ്ട് വലിയൊരു പാനറാമിക് സൺറൂഫും ഉണ്ട്. ഇതൊക്കെയായിരുന്നു ഈ ഫ്രണ്ട് സീറ്റിലെ വിശേഷം. ആൻഡ് ഐ ഫീൽ ഓൾ ദീസ് ഫീച്ചേഴ്സ് ആർ വെൽ ആൻഡ് ഗുഡ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഈ ബാക്ക് സീറ്റും സെക്കൻഡ് സീറ്റും തേർഡ് റോ സീറ്റും നമുക്ക് നോക്കാം. റയർ ഡോർ ഇപ്പോൾ ഇത്രയും തുറക്കും. നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ ഒരു പിടിക്കാനുള്ള സ്ഥലമുണ്ട്. ചോട്ടി കയറി അത്യാവശ്യം ഈസിലി കയറാൻ പറ്റുന്നതാണ്. പക്ഷേ വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റെപ്പ് ഇച്ചിരി പുറത്തോട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി പ്രായമുള്ള ആൾക്കാർക്ക്, ചെറിയ ആൾക്കാർക്ക്, ഇത് പിന്നെ ഈ ഒരു നാക്ക് കറക്റ്റ് മനസ്സിലാവാത്ത ആൾക്കാർക്കൊക്കെ കയറാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. ബാക്കിലും അത്യാവശ്യം സ്മാർട്ടായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഫുൾ ബ്ലാക്ക് ആയിട്ട് വന്നിരിക്കുന്നു, മേളിലാണ് ബേജ് വന്നിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ അതേപോലെ നല്ല എയറിയാണ്. നമുക്ക് എവിടെ ഒരു ക്ലോസ്ട്രോഫോബിക് ആയിട്ടൊരു ഫീൽ കിട്ടുന്നില്ല, കാരണം മേളിലേക്ക് ബേജ് ആയതുകൊണ്ട് ഒരു എയറിനെസ് കിട്ടുന്നു. പിന്നെ ഈ അഴുക്ക് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ബ്ലാക്ക് ആക്കിയതും ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. ഇവിടെ വീണ്ടും നമ്മൾ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഫ്രണ്ടിലെ പോലെ തന്നെ ഈ ഗ്രാബ് ഹാൻഡിൽ അടയ്ക്കാനുള്ള ഹാൻഡിൽ ഇവിടെ വന്നേക്കുന്നത് അത് ഇച്ചിരി ഒരു ഫ്ലിംസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഫ്ലിംസി അല്ല ശരിക്കും, പക്ഷേ ടച്ചിന് ഇച്ചിരി ഫ്ലിംസി വന്നേക്കുന്നു. ആൻഡ് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് ഇവിടെയും എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു കാർബൺ ഫൈബർ വന്നേക്കുന്നു. JBLൻ്റെ സ്പീക്കേഴ്സാണ് വന്നേക്കുന്നത്. ആൻഡ് സ്പീക്കറിനെ കുറിച്ചൊക്കെ ഞാൻ അവിടെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഒരു ചെറിയ സ്പേസ് വന്നിരിക്കുന്നു, ഇവിടെ ഒരു ചെറിയ സ്പേസ് വന്നിരിക്കുന്നു. ബാക്കിൽ ഇപ്പോൾ AC കൺട്രോൾ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാനുള്ളതും പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ കാണാം. ഓട്ടോ ഉണ്ട്. ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് അടക്കം കാണാം നമുക്ക്. അപ്പോൾ ലാപ്ടോപ്പും കാര്യങ്ങളും ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ റെഫ്രിജറേറ്റർ വെക്കാനോ കാണാം. 2 ടൈപ്പ് A പോർട്സ് ഉണ്ട്. ഒന്ന് ഇവിടെ കണക്ട് ചെയ്യാനുള്ളതും ഒന്ന് ചാർജിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. സ്മോൾ നൈസ് ഫീച്ചേഴ്സ്. പിന്നെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയ്ക്ക് ഹെഡ് റൂം ഉണ്ട്. എനിക്ക് അത്യാവശ്യം വൈഡായിട്ട് ഇരിക്കാൻ പറ്റും. 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം. ഇവിടെ ഒരു ഹാൻഡ് വൺസ് വന്നിരിക്കുന്നു. ആൻഡ് ബാക്ക് സീറ്റ് ഇസ്
വെരി സ്പേഷ്യസ്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ സീറ്റിംഗ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടില്ല, എന്നിട്ട് ഇതൊരു സ്പേസ് ഉണ്ട്. തൈ സപ്പോർട്ട് ലേശം കുറവാണ്. ആൻഡ് ബാക്കും നമുക്ക് ഇച്ചിരി നിവർന്നിരിക്കേണ്ടതുണ്ട്, പക്ഷേ നത്തിങ് ടു കംപ്ലയിൻറ്റ്. ആകെ മൊത്തമുള്ളൊരു ആംബിയൻസ് നന്നായിട്ടുണ്ട്. ഈ തേർഡ് റോ സീറ്റാണ്. തേർഡ് റോ സീറ്റിലേക്ക് കയറാൻ നമുക്ക് സീറ്റിൻ്റെ സൈഡിലുള്ള ഈ ലിവർ പിടിക്കുന്നു, എന്നിട്ട് ഫ്രണ്ടിലേക്ക് വലിച്ചെടുക്കുന്നു ആൻഡ് കയറിയിരുന്നു. കയറിയിരുന്ന് കഴിഞ്ഞാൽ കയറിയിരിക്കാനൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമായിട്ടുണ്ട്. സീറ്റ് ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൊസിഷനാണുള്ളത്. എന്നിട്ടും എനിക്ക് ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ബാക്ക് സീറ്റ് ശരിക്കും 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, യാത്ര ചെയ്യാനും പറ്റും. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിരിക്കുന്നു, നടുക്കുള്ള ഹാൻഡ് റെസ്റ്റ് വെച്ചില്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ ബാക്കിയെല്ലാം കൊള്ളാം. ഇവിടെ ഒരു AC വെൻറ്റ് വന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ചാർജിങ് പോർട്ട്സ് ഒന്നും ഇവിടെ ഇല്ല, ബട്ട് സീറ്റ് ഇസ് വെരി നൈസ് ആൻഡ് ദർ ഇസ് സ്പേസ്. പിള്ളേർക്ക് വേണ്ടി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ആ D+ സെഗ്മെൻറ്റ് ആയ അതായത് 5 മീറ്റർ കൂടുതൽ നീളമുള്ളതിൻ്റെ ഒരു ഗുണമാണ് തേർഡ് സീറ്റിൽ ഇത്രയും സ്പേസ്. പക്ഷേ ഓബ്വിയസ്ലി തൈ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഇരിക്കാം. ഇറങ്ങലിപ്പോൾ ആസ് യൂഷ്വൽ ഇച്ചിരി ബുദ്ധിമുട്ട് ഇല്ല. ആകെ നമുക്ക് ഓൺ റോഡ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള കംഫർട്ടും ഡൈനാമിക്സും ഹാൻഡ്ലിങ്ങും ഒക്കെ നമുക്ക് നോക്കാം. കംഫർട്ടാണ് ആദ്യം. കംഫർട്ട് സീറ്റ് ഇച്ചിരി ഒരു അൺകംഫർട്ടബിൾ ഫീലാണ് എനിക്ക് കിട്ടുന്നത്. കാരണം തൈ സപ്പോർട്ട് കുറവാണ്, ഒരു അറ്റത്തേക്ക് വരുന്നില്ല, പിന്നെ അത് കൂടാണ്ട് ഇച്ചിരി തള്ളി നിൽക്കുന്നുണ്ട്. അത് ഞാൻ സീറ്റ് സെറ്റിങ്സ് ഒക്കെ മാറ്റിയിട്ടും എനിക്ക് ആ സീറ്റ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടില്ല. സ്റ്റിയറിംഗ് പിന്നെ ടിൽറ്റ് ഉണ്ട്, ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ് ഉണ്ട്. പക്ഷേ അത്ര അധികം ഇല്ലെങ്കിലും നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഉള്ളതിന് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ആവശ്യമുള്ളൊരു സെറ്റിങ്സിലേക്ക് എത്താൻ പറ്റും. സീറ്റും 12 വേ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്കൊരു ഹൈറ്റും ലെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ സീറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും കംഫർട്ടബിൾ അല്ല. ഓക്കെ, പിന്നെ സീറ്റ് മസാജ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 8 തരം മസാജ് ഫംഗ്ഷൻ ഉണ്ട്. അത് 3 ലെവലിലും ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് വെന്റിലേറ്റഡും ആണ്. ആൻഡ് ഓൾ ദീസ് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് കയറി തപ്പിയിട്ട് വേണം അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ. AC-യിൽ കയറിയിട്ടാണ് മറ്റേ വെന്റിലേറ്റർ സീറ്റും മസാജ് ഫംഗ്ഷൻ ഇതുപോലെ സെറ്റിങ്സിനകത്ത് കയറിയിട്ടാണ് കുറേ തപ്പേണ്ടി വന്നു. പിന്നെ കംഫർട്ടിന് ഭാഗമായിട്ട് വരുന്നതാണ് സസ്പെൻഷൻ ഇച്ചിരി കൂടെ ഒരു സോഫ്റ്ററാണ്, പക്ഷേ നമുക്ക് ഓവർ ബോഡി റോൾ ഫീൽ ചെയ്യാത്ത അത്രയും ഒരു സ്റ്റിഫുമാണ്. അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാഡ് റോഡ്സ് കൂടെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി സ്പീഡിലാണെങ്കിൽ നമുക്ക് ലെവലായിട്ട് പോകും, പക്ഷേ ഇച്ചിരി സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ആടിക്കളിക്കും. പക്ഷേ പിച്ചിങ് ആൻഡ് യോക്ക് അത് എന്തായാലും ഇല്ല. സൈഡ് വേസ് ഉള്ള വെച്ചിട്ടുള്ളൂ. അത് പിന്നെ ലാഡർ ഫ്രെയിം ഷാസി ഇതിൻ്റെ എന്തായാലും ഒരു പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെയായിരുന്നു ഒരു കംഫർട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ AC കാര്യങ്ങളൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, നമുക്ക് വർക്കിംഗ് ആണ്. ഈ നട്ടപ്പൊരി വെയിലത്തും AC ഒക്കെ അത്യാവശ്യം വർക്കിംഗ് ആണ്. ഇത്രയും വലിപ്പം കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ 3 റോയിലും AC വെൻസ് ഉണ്ട്. ആ ബാക്കിലത്തെ AC നമുക്ക് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് റെയർ തന്നെയാണ്, അതുകൊണ്ട് അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇത്രയും വെയിലത്ത് എന്തായാലും ഈ 3 റോയിലത്തെയും AC ഓണാക്കിയിട്ടാൽ മാത്രമേ ഇതിനകത്ത് ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത്യാവശ്യം വർക്കിംഗ് നല്ല ഒരു പവർഫുൾ ആയിട്ടൊരു AC തന്നെയാണ്. സ്റ്റിയറിംഗ് അത്യാവശ്യം ഒരു ചങ്കി സ്റ്റിയറിംഗ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഡിസൈനും കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ കുറച്ച് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ടൺസും കാര്യങ്ങളൊക്കെ നേരത്തെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഇച്ചിരി ചെറുതാണ്, വാഹനം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ഇച്ചിരി ചെറുതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വണ്ടിക്ക് വലിപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് കൊണ്ടുനടക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇത്രയും വലിയ വണ്ടിയാണെന്നുള്ളത് നമുക്കൊരു ഫീൽ കിട്ടുന്നില്ല. ഇറ്റ്സ് വെരി ഈസി ടു മെനൂവർ അറൗണ്ട്. പിന്നെ നമുക്ക് 4 കോർണേഴ്സും നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് വിഷൻ ഉള്ളത് കൊണ്ടും നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ട്രാഫിക്കിലാണെങ്കിലും ഓടിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇനി എഞ്ചിനാണ്, പവറിൻ്റെ ഭാഗത്തേക്ക് വരാം. 2 ലിറ്റർ ട്വിൻ ടർബോ സെയിം എഞ്ചിൻ തന്നെയാണ്. പ്രൊഡ്യൂസിങ് 215 PS 478 Nm ടോർക്കും. റിഫൈൻമെൻറ്റ് സെയിം, ഇച്ചിരി നോയ്സ് ആയിട്ടൊരു എഞ്ചിൻ തന്നെയാണ്. പിന്നെ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു ഇതിൻ്റെ ഈ ZF ഗിയർ ബോക്സ്. ഈ സാധാരണ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻസിന് വെക്കുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഇതിന് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കന്ന് ഫീൽ ചെയ്തത് എന്തൊക്കെയോ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ ഇതുവരെ അവരങ്ങോട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. അത് കുറേയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും കുറച്ചുണ്ട്. എസ്പെഷ്യലി ലോവർ സ്പീഡ്സിൽ നമുക്ക് എവിടേക്കോ അങ്ങോട്ട് കറക്റ്റ് ആവാത്ത പോലെ ഫീൽ ചെയ്യും. ഒന്ന് ആവശ്യമില്ലാത്ത കൂടുതൽ റെവ് ആവുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ദേ ഷുഡ് കറക്റ്റ്. പക്ഷെ ഇപ്പോഴും ഹ്യൂജ് ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ഹ്യൂജ് ഇമ്പ്രൂവ്മെൻറ്റ്, നത്തിങ് ടു സേ അബൌട്ട് ദാറ്റ്. പിന്നെ കുറച്ചുകൂടെ പവർഫുൾ ആണ് ഈ എഞ്ചിൻ. നമുക്ക് ത്രോട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പോലെ ഒരു ടോർക്ക് കിട്ടുന്നുണ്ട്. ആ ടോർക്ക് ഫിഗേഴ്സ് തന്നെ നമുക്ക് ഇത്ര ഭാഗം പവർ കിട്ടുന്നതിൻ്റെ ശരിക്കും എക്കോണമിയിൽ നല്ലോണം ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ആവറേജ് എക്കോണമി 10-ന് താഴെ ഒരു 8 കിട്ടുന്നുള്ളൂ. അതും അങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് ഓടിച്ചിട്ടൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ എക്കണോമി ഒരു പ്രശ്നം തന്നെയായിരിക്കും ഈ വാഹനത്തിന്. പിന്നെ ഡൈനാമിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ പാലത്തിന് മുകളിലൂടെ പോകുന്നത് നമ്മുടെ നാട്ടിലെ സ്ഥിരം സാധനം നടുക്ക് കുഴിയുള്ള പാലം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാടുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഈ ഒരു വലിയ വണ്ടി, ടോൾ വണ്ടി, ലാഡർ ഫ്രെയിം ഷാസി അതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അത് പിന്നെ ഒന്നും ചെയ്യാനില്ല. ദാറ്റ് ഈസ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇത് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നു. പിന്നെ ഈ സൈഡ് വേസ് പോകുമ്പോൾ ഉള്ള ഡൈനാമിക്സ് ആണ് നിങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ വേണ്ട വെറുതെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഈ റോളിങ് അത് ഭയങ്കര ഹൈ ആണ്. അത് നമ്മളൊരു വളവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ദാറ്റ് ഐ ഡോണ്ട് നോ, അത് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അത് ഹൈ സ്പീഡിലൊക്കെ ഒരു കോർണർ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി സ്കെയറിയാണ്. വണ്ടിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അത്തിരി കൺട്രോളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ നമുക്കുണ്ട്. പോയിട്ടില്ല, പക്ഷേ ഉണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഈ ABS, EBD, ECS അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പിന്നെ എഡാസും ലെവൽ 2 ആണ്. നമുക്ക് 16+ ഏകദേശം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. മറ്റേ ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ്. പിന്നെ അത് കൂടാണ്ട് കുറച്ച് നല്ല ഫീച്ചേഴ്സ് എനിക്കായിട്ട് തോന്നിയിട്ടുള്ളത്, ഡോർ ഓപ്പൺ ആക്കുമ്പോൾ ഒരു വാർണിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ താക്കോല് മറ്റേ ഫോൺ വെച്ചിട്ട് നമ്മൾ എടുത്തില്ല, അപ്പോൾ നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ, ഡ്രൈവർ ഡോർ തുറന്നു കഴിഞ്ഞാൽ പറയും ഡിവൈസ് ഇരിക്കുന്നുണ്ടായി എടുക്കാൻ പറയും. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സ്മോൾ തിങ്സ് ഇസ് വെരി നൈസ്. പക്ഷേ ഈ നമ്മൾ ഡ്രൈവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണിത്. ഡ്രൈവിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ബ്രേക്ക് ഡിസെൻഗേജ് ആവേണ്ടത്, ദാറ്റ് ഈസ് ഒരു നോർമലായിട്ടൊരു സാധനമാണ്. ഇതിൽ ഡിസെൻഗേജ് ആവുന്നില്ല. ഓരോ പ്രാവശ്യം നമ്മൾ എൻഗേജ് ചെയ്യേണ്ടത് ഡിസെൻഗേജ് ചെയ്യേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് എൻ അൺവാണ്ടഡ് തിങ്. അത് വേണമെങ്കിൽ അവർക്ക് ഓവർ ദെയർ അപ്ഡേറ്റിൽ മാറ്റാവുന്നതാണ്. 3 ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഈക്കോ മോഡ്, സ്പോർട്സ്. അതിലും അത്യാവശ്യം നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ മോഡിലും. പിന്നെ 3 സ്റ്റിയറിംഗ് മോഡ്സും വരുന്നുണ്ട്. അത് നോർമൽ ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ടുള്ളുണ്ട്, പിന്നെ സിറ്റി ഡ്രൈവിങ്ങിന് പറ്റുന്നു. ഇത് 3ഉം നമുക്ക് വെയിറ്റഡ് ആവുന്നു, വെയിറ്റ് കുറയ്ക്കുന്നു. അതാണ് ഇപ്പോൾ മറ്റേ ഈ പവേർഡ് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് അത് വെയിറ്റ് ചെയ്ത് തരും. നമുക്ക് ഹൈ സ്പീഡിൽ പോകുമ്പോൾ, അത് ഹൈവേയിലൊക്കെ നമ്മളിപ്പോൾ പുതിയ തുടങ്ങിയിരിക്കുന്ന ഈ 6 ലൈൻ ഹൈവേയിലൊക്കെ നമ്മൾ 100-120 പോകുമ്പോൾ ഇച്ചിരി വെയിറ്റ് ഉള്ള സ്റ്റിയറിംഗ് വീലായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. സിറ്റിക്കകത്ത് കുറച്ച് ലോ ആയിരിക്കണം. അതിന് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓഫ് റോഡ് മോഡാണ് ഈ നടുക്ക് വന്നേക്കുന്ന ഈ ഒരു സാധനം മൊത്തം. അതൊക്കെ അടുത്ത ഓഫ് റോഡാണ് ഓടിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നീടുള്ളത് ഡൈനാമിക്സ് ആണ്. ഡൈനാമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഇച്ചിരി ഒരു വോബ്ലിയാണ്. അത് ഓൺ റോഡ് പോകുമ്പോൾ നമുക്ക് ഹൈ സ്പീഡ് പോകുമ്പോഴാണ്. സിറ്റിക്കകത്തൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഈ അണ്ടർ ടൈ സപ്പോർട്ട് ഇല്ലാത്തതും ഇച്ചിരി ഇങ്ങനെ ഈ തള്ളി നിൽക്കുന്നതും ഒരു ബുദ്ധിമുട്ടായി മാറും. ബാക്കി എർഗണോമിക്സും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് അപ് ടു ദ പോയിന്റ്, ഒന്നും പറയാനില്ല. നമുക്കെല്ലാം കയ്യെത്തും ദൂരത്താണ്, എല്ലാം ഈസി റീഡബിൾ ആണ്, ലെജിബിൾ ആണ്. പ്രത്യേകിച്ച് എടുത്തു വേണ്ട ഒരു കാര്യം എനിക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ AC കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. AC സൂട്ട് ഇപ്പോഴും ഇൻഫർടൈൻമെൻ്റ് അകത്താണെങ്കിലും നമുക്ക് ആവശ്യമുള്ള കൺട്രോൾസ്, അതായത് ഇപ്പോൾ ബ്ലോവർ സ്പീഡ്, പിന്നെ ടെമ്പറേച്ചറിൻ്റെ സാധനം, പിന്നെ ഫ്രണ്ട് ഡീഫോഗർ, റെയർ ഡീഫോഗർ, എമർജൻസിയുടെ ഹസാർഡ് സ്വിച്ച്, പിന്നെ ഓട്ടോ ആക്കുന്നത്, അതായത് AC ഓട്ടോ ഓൺ ആക്കുന്നതും ഇവിടെയാണ്. പിന്നെ ഹോം ബട്ടണും ഇവിടെ ഉണ്ട്. നമ്മൾ ക്വിക്ക്ലി ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവർ കൊടുത്ത് ഇറ്റ്സ് വെരി യൂസബിൾ, വെരി ഈസി. സ്പെഷ്യലി മറ്റേ ഫോഗറും ഓട്ടോയിനുള്ള സ്വിച്ചും, അതായത് AC ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂടാണ്, അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചൊക്കെ ഓട്ടോ അമർത്തി കഴിഞ്ഞാൽ ഫുൾ ബ്ലോവറിൽ ഓൺ ആവുന്നു, വിച്ച് ഇസ് ഗ്രേറ്റ്. ബാക്കിയെല്ലാം തന്നെ ഇപ്പോൾ ഇൻഫർടൈൻമെൻ്റ് അകത്താണ്. ആൻഡ് അത് ഈ പറഞ്ഞ പോലെ മസാജ് എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് മെനക്കെടേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഓൾ ഇറ്റ്സ് സ്റ്റിൽ ദർ. ഈ ഇൻഫർടൈൻമെൻറ്റ് കണക്ട് ചെയ്തിട്ട് 12 സ്പീക്കറിൻ്റെ JBL സറൗണ്ട് സൗണ്ട് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതിന് ഫുള്ളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം ഇന്ന് ഷൂട്ടിൻ്റെ ഇടയിൽ അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. പക്ഷേ ഓബ്വിയസ്ലി 12 സ്പീക്കേഴ്സിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും. ഇറ്റ് വിൽ ബി ലൗഡ് ആൻഡ് ഇറ്റ് വിൽ ബി ക്ലിയർ. സോ നോ കംപ്ലയിൻസ് അബൌട്ട് ദാറ്റ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 എയർ ബാഗ്, പിന്നെ സൈഡിൽ ഫ്രണ്ടിൽ 2 എയർ ബാഗ്, കൂടാണ്ട് ഈ ഫുൾ ലെങ്ത്ത് വിൻഡോസിനുള്ള 2 കേർട്ടൺ എയർ ബാഗ്സ്, അത് എൻഡ് വരെ നിൽക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ലോങ്, വെരി ബിഗ്. ഇങ്ങനെ 6 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നീട് ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് വരുന്നതാണ് 4 ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഒരു ബ്രേക്കിംഗ് ഫീല് നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ബ്രേക്കിങ്ങിന് ഇതുപോലെ ഈ ബ്രേക്സ് ഡിസ്ക് ബ്രേക്സ് ഒക്കെ ആയിരുന്നെങ്കിലും എവിടെയോ ഒരു ബ്രേക്കിംഗ് ഒരു കറക്റ്റ് അല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊക്കെ കുറച്ചും കൂടെ ഒരു കറക്റ്റ് ചെയ്തിട്ടുണ്ട്, റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഗുഡ് MG. ഇനി അടുത്തതിൽ കുറച്ചും കൂടെ ഒരു അപ്ഡേറ്റ്സും കൂടെ വരാനുണ്ട്. സോ ദിസ് കാർ വിൽ ബിക്കം ക്ലോസ് ടു ബിറ്റ് മോർ പെർഫെക്റ്റ്. നൗ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് റീച്ചിങ് ദർ. ഇറ്റ്സ് ഗുഡ് ഇനഫ്. ഇനി നമുക്ക് ഓഫ് റോഡ് പോയിട്ട് നോക്കാൻ കഴിയും. ഇനി നമ്മുടെ ഓഫ് റോഡ് ബിറ്റാണ്. നമുക്കൊരു ചെറിയ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൽ ഈ ഓഫ് റോഡിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് അപ്പോൾ നോക്കാം.
4 ലോയിലിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഡ്രൈവ് മോഡ്സ് 2H ഉണ്ട്, 4H ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 4 ലോയിലിടാൻ സെൻട്രൽ ഡിഫിൻ്റെ ബട്ടൺ അമർത്തിയാൽ മതി. 4 ലോ ആവും. ടേണിംഗ് റേഡിയസ് അത്യാവശ്യം കൊള്ളാം. പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഡിറക്ഷൻസ് കാണുന്നതും റൂട്ട് കാണിക്കുന്നതൊക്കെ ഏകദേശം കറക്റ്റാണ്. സസ്പെൻഷൻ ഇച്ചിരി സോഫ്റ്റാണ്, പക്ഷെ നമ്മൾ ഓവർ തെറിപ്പിക്കുന്നില്ല. ഇത് അത്യാവശ്യം നല്ല കുഴികളായിരുന്നു, ഓവറായിട്ട് അങ്ങ് തെറിച്ചൊന്നും പോകുന്നില്ല. ഇത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു ഡിക്ലൈനാണ്, അത്യാവശ്യം നല്ല സ്റ്റീപ്പ് ഡിക്ലൈനാണ്. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക. ഇവിടെ നമ്മൾ കോൾ കൺട്രോൾ ഇടുന്നില്ല, കോൺട്രോൾ നമുക്ക് അപ്പുറത്ത് കാണിച്ചു തരാം. ഹിൽ ഡിസെൻറ്റ് ഇട്ട് നമ്മൾ സ്പീഡ് സെറ്റ് ആക്കി കൊടുക്കുക. ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ ബ്രേക്ക് കംപ്ലീറ്റ്ലി വിട്ടു. അത് പിടിച്ചിറങ്ങാണ്. ഒരു തരത്തിലുള്ള ഡ്രാമയോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറുതായിട്ട് മറ്റേ ഒച്ച വെക്കുന്നുണ്ടെന്നുള്ളൂ, ബട്ട് ഇറ്റ്സ് വെരി സ്മൂത്ത്. ഇനി ക്രോൾ കൺട്രോളാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തത്. ഇപ്പോൾ CCO എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് ഗിയർ സെലക്ട് ചെയ്യാൻ പറ്റും, അതായത് ഏത് ഗിയറിലത്തെ സ്പീഡാണ് വേണ്ടതെന്നുള്ളത്. സോ ഇപ്പോൾ നമ്മൾ 6th ഗിയർ ഇട്ട് വെച്ചു. ഇനി ആ സ്പീഡിൽ വണ്ടി കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കുന്നില്ല, വണ്ടി തന്നെ പുള്ളി നമ്മളെ മേളിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ആ ഗിയറിൻ്റെ നമ്മൾ 6th ഇട്ടത് കൊണ്ട് ഫുൾ ത്രോട്ടിൽ തന്നെ കൊണ്ട് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ആർട്ടിക്കുലേഷനാണ്. നമുക്ക് ആർട്ടിക്കുലേഷനിൽ വേറെ സാധനം കൂടെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതേ ഡിഫ് കൺട്രോൾസ് രണ്ടും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. അതുകൊണ്ട് നമുക്ക് എവിടെയും ട്രാക്ഷൻ കട്ടാവില്ല എന്ന് ആണ്. ഇപ്പോൾ ഞാൻ തീരെ ആക്സിലേഷൻ ഒന്നും കൊടുക്കുന്നില്ല. തന്നെ പോകും, ഞാനത് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു സൈഡ് ഇൻക്ലൈൻ. അത്ര വലിയൊരു സൈഡ് ഇൻക്ലൈൻ അല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു സൈഡ് ഇൻക്ലൈൻ ആണ്. നമ്മളന്ന് മേക്കിൻ്റെ ചെയ്തത്ര നമ്മൾ ഒപ്പിച്ചിട്ടില്ല അവിടെ. ആൻഡ് നൗ വി അഗെയിൻ CCO ആക്ടിവേറ്റ് ചെയ്തിട്ട് ഗിയർ സെറ്റിംഗ് 1 ആക്കി. ഇനിയിപ്പോൾ നല്ലൊരു താഴേക്കുള്ളൊരു ഡിക്ലൈനാണ്. 1-ലിട്ടിട്ട് ഇപ്പോഴും ഞാൻ ബ്രേക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, വണ്ടിന് അതിൻ്റെ ഇഷ്ടത്തിന് വിടുകയാണ്. ഒരു ലൂസായിട്ടുള്ള സാൻഡാ, അത്യാവശ്യം അൺഈവൻ ആയിട്ടുള്ള സർഫസ്. കോൺഫിഡൻ്റ് വിടാൻ പറ്റുന്നുണ്ട്. വണ്ടി പിടിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് കോൺഫിഡൻ്റ് വിടാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ റോക്സ് ഉണ്ട്. ആ റോക്സിൽ നമുക്ക് CCO ഒക്കെ ഓഫ് ചെയ്ത് ചെറിയൊരു ത്രോട്ടിൽ ഇങ്ങനെ പോകേണ്ട ആവശ്യമുള്ളൂ. മെയിനായിട്ട് ഓഫ് റോഡിങ്ങിൽ നമ്മൾ മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാനാണ്, ഓവർ ആക്സിലേഷൻ കൊടുക്കാണ്ട്. ജസ്റ്റ് സ്പീഡ് കൺട്രോൾ ചെയ്യുക, വല്ലാണ്ട് ബൗൺസ് ചെയ്തിരിക്കുക. വണ്ടിക്ക് അത്യാവശ്യമുള്ള ടോർക്ക് ഉണ്ട്. ഇവിടെ ഇപ്പോൾ അടുത്ത് നമ്മൾ 2 ആർട്ടിക്കുലേഷൻ പിറ്റാണ് വരുന്നത്. അവിടെ വീണ്ടും ഇപ്പോൾ റിയർ ഡിഫ്ലോക്ക് ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ No, it's got enough and more torque. That day when Hani had come for he told me there is lots of torque and it was feeling very effortless. ഇപ്പോൾ ഞാൻ ശരിക്കും ഒന്നും ത്രോട്ടിലൊന്നും ചെയ്യുന്നില്ല. വീണ്ടും ഒരു ആർട്ടിക്കുലേഷൻ്റെ പിറ്റ് വെല്ലർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കയറ്റവർക്കായിട്ട്. വണ്ടി എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ പോകുന്നത്. സോ ഓൾ ഇൻ ഓൾ ഓഫ് റോഡിങ്ങിൻ്റെ കേപ്പബിലിറ്റിയിൽ ഇത് തെറ്റൊന്നും പറയാനില്ല. ഓൺ റോഡാണ് നമുക്ക് വേർഡിക്റ്റ് പറയാനുള്ളത്. ഈ ഓഫ് റോഡിങ് ബിറ്റിൽ കണ്ടല്ലോ നമുക്ക് ഈ ഒരു നടുക്കത്തെ സൂട്ടിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3 ഡിഫ്ലോക്ക്, ആകെ മൊത്തം 10 ടെറൈൻ മോഡ്സ്, പിന്നെ 4H, 4 ലോ, ഓട്ടോ ആക്കി വെക്കാൻ പറ്റും. അവിടെയും ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, പിന്നെ ക്രോൾ ഉണ്ട്. ഈ ക്രോൾ ഫംഗ്ഷനൊക്കെ ശരിക്കും ഓഫ് റോഡിങ്ങിന് നല്ലപോലെ ഉപയോഗപ്പെടുന്നുണ്ട്. അതും ഈ ക്രോൾ ഫംഗ്ഷനിൽ നമുക്ക് ഗിയർ സെലക്ട് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഈ ക്രോൾ ഫംഗ്ഷനിൽ ഹിൽ ഡിസെൻറ്റ് കൺട്രോളിലൊക്കെ സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വേറെ ലാൻഡ് റോവറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു ഡിഫറെൻറ്റ് വേർഷൻ ആയിട്ടുണ്ട് ഇത്. എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ ഗിയർ സെലക്ട് ചെയ്യുന്നത്, അതായത് ഗിയറിനനുസരിച്ചുള്ള സ്പീഡിന് അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാഹനം പോയിക്കോളും. അതാണ് കുറച്ചും കൂടെ ഒരു
യൂസബിൾ ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ നേരത്തെ കണ്ടല്ലോ, ഒരു ഇൻക്ലൈൻ, സ്റ്റീപ്പ് ഇൻക്ലൈൻ ആയിരുന്നു. അതിൽ ഈ ക്രോൾ കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ 4th ഗിയറിലേക്ക് ഇട്ടു. 4th ഗിയറിൽ അതിനൊക്കെ മേളിലേക്ക് വെക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു സ്ലിപ്പറി സർഫസ് ആണെങ്കിലും വണ്ടി ആ സ്പീഡിൽ കയറി പോകുന്നു, മൊമെൻറ്റം നഷ്ടപ്പെടുന്നത്. ക്രോൾ ചെയ്ത് ചിലപ്പോൾ ലൂസ് ഹാൻഡിൽ കയറി പറ്റണമെന്നില്ല. സോ ആകെ മൊത്തം നിങ്ങൾ കണ്ടല്ലോ, ഓൺ റോഡും ഓഫ് റോഡും ഇതൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഒരു ഫുൾ ഓൺ ഫീച്ചേഴ്സ്. പ്രൈസ് ഇതുവരെ അനൗൺസ് ആയിട്ടില്ല. അവർ നമ്മളോട് ആവശ്യപ്പെട്ടേക്ക് നിന്ന് നമ്മൾ ഈ വാഹനം ഓടിച്ച് നോക്കിയിട്ടും ഇത് ടച്ച് ആൻഡ് ഫീലൊക്കെ ചെയ്തിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഇതിന് എത്ര പ്രൈസ് ഉണ്ടാവണം എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എനിക്ക് എൻ്റെ മൈൻഡിലൊരു പ്രൈസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ ആ ഒരു പ്രൈസ് നിങ്ങൾ എന്തെങ്കിലും അറിയിക്കും. ഞാനും എൻ്റെ പ്രൈസ് ഞാൻ പറയാം. ലെറ്റ് സി ഇഫ് ദാറ്റ് കംസ് ടു സംതിങ് ക്ലോസ് ആൻഡ് ലെറ്റ് സി ഇഫ് MG വിൽ പ്രൈസ് ഇറ്റ് പ്രോപ്പർലി. സോ ഇതൊക്കെയായിരുന്നു ഈ പുതിയ MG മെജസ്റ്ററിൻ്റെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ വാഹനം, ഈ ഒരു കാറ്റഗറി വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി വാഹനം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പരിചയക്കാരോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളാണെങ്കിലും എന്തായാലും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കണ്ടിട്ട് ലെറ്റ്സ് സീ ഇറ്റ് ഹെൽപ്സ് ദം ഔട്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ പറയാത്തതായിട്ട് എന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പറയാത്തതോ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടോ എന്തെങ്കിലും ഫീച്ചേഴ്സോ ഡീറ്റെയിൽസോ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. വി വിൽ റെസ്പോണ്ട് ടു ദാറ്റ്. സോ ഇതൊക്കെയായിരുന്നു ഈ പുതിയ മെജസ്റ്ററിൻ്റെ വിശേഷങ്ങൾ. ഈ മെജസ്റ്റർ ഇത്രയും മെജസ്റ്റിക് ആയിട്ടുണ്ട് നമുക്കുണ്ടോ എന്ന് ഉള്ളത് നമുക്ക് റോഡിലിറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈൽ മലയാളം. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെലിംഗ്.